മുട്ടയോ മൈദയോ ഓവനോ ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്ത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതുണ്ടാക്കിയിരിക്കുന്നത് റവ ഉപയോഗിച്ചാണ്. ആദ്യം തന്നെ മിക്സറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. നേർത്ത വറക്കാത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് റവ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അത് മിക്സറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/4 കപ്പോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മധുരത്തിൻ്റെ അളവ് കുറക്കണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പൊക്കെ ചേർത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ചൂടായിട്ടുള്ള പാലാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറ് വൃത്തിയാക്കിയപ്പോൾ അതിൽ നൂല് കുടുങ്ങിയിരുന്നു. അത് ഞാൻ മാറ്റിയിട്ടാട്ടോ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് അരച്ച് കഴിയുമ്പോൾ ഉണ്ടാകുക. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതിനുശേഷം ഈ ഒരു കൂട്ട് 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഒരു മിക്സറിൻ്റെ ജാറിൽ തന്നെ വെച്ചാൽ മതി. ആ ഒരു സമയമാകുമ്പോഴേക്കും റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് ഒന്നും കൂടെ ഈ ഒരു ബാറ്റർ കട്ടിയായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഇനി ഇതിലേക്ക് എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിന് പകരം ബട്ടറോ നെയ്യോ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഒന്ന് ലോ സ്പീഡിൽ കറക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ വീണ്ടും ലോ സ്പീഡിൽ ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു പാകത്തിനാണ് ഉണ്ടാകേണ്ടത്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മൈദ ചേർത്ത് ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ടൂട്ടി ഫ്രൂട്ടി അടിയിലൊന്നും പോയി സെറ്റിലാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മൈദയിലൊന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുന്നത്. അതും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിൻ റെഡിയാക്കാം. 6 ഇഞ്ച് വലുപ്പത്തിലുള്ള കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് നല്ല പോലെ തന്നെ ഗ്രീസ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിക്ക് എണ്ണ നന്നായിട്ട് തന്നെ ഇവിടെ പുരട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂവി കൊടുക്കാം. ഒന്ന് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് ഡസ്റ്റ് ചെയ്തെടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വെച്ച് ലൈൻ ചെയ്തെടുത്താലും മതിയാകും. ഇതിപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന മെത്തേഡാണ്. ഒട്ടും പറ്റിപ്പിടിക്കാതെ നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാനും പറ്റും. ഈ ഒരു രീതിക്ക് ഡസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം എക്സസ് ആയിട്ടുള്ള ആ ഒരു കൂട്ട് ഒന്ന് തട്ടി മാറ്റി കഴിഞ്ഞാൽ നമ്മളുടെ കേക്ക് ടിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഈ ഒരു കേക്ക് ടിന്നിലേക്ക് മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1, 2, 3 പ്രാവശ്യം നല്ലപോലെ തന്നെ ടാപ്പ് ചെയ്തെടുക്കാം. എയർ ബബിൾസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ടാപ്പ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടി ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിന് പകരം നിങ്ങൾക്ക് നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഓവനൊന്നും ഇല്ലാതെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഒരല്പം വലിയ അലുമിനിയം പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും ഇതുപോലൊരു സ്റ്റാൻഡും വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം നല്ല പോലെ തന്നെ ചൂടാക്കിക്കോളും. അതിനുശേഷം ഈ ഒരു കേക്ക് ടിൻ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. പിന്നെ ബേക്ക് ചെയ്തെടുക്കേണ്ടത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 30 മുതൽ 35 മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം 35 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ കേക്ക് ഇവിടെ പാകത്തിന് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊക്കെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. നീറ്റായിട്ട് വരുന്നില്ലെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ചാൽ മതി. ഇതിൻ്റെ ചൂടാറാൻ വേണ്ടി പുറമേ വയ്ക്കാം. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഡീമോൾഡ് ചെയ്യുമ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ചൂടൊക്കെ നല്ലപോലെ ആറി വന്നിട്ടുണ്ട്. ഇതുപോലെ അരികുകളൊക്കെ ഒന്ന് വിടിയിച്ചതിന് ശേഷം കയ്യിലേക്ക് നല്ല പോലെ തന്നെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുമ്പോൾ ഇത് ഈസി ആയിട്ട് ഡീമോൾഡായിട്ട് വന്നോളും. ഒട്ടും തന്നെ പറ്റിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് ഡീമോൾഡും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ കേക്ക് ഇരിക്കുന്നത്. മുട്ടയോ മൈദയോ ഒന്നും ചേർക്കാതെയാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കഴിക്കുന്നവർക്ക് മനസ്സിലാകുകയില്ല. റവ കൊണ്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെന്ന് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ ആൾക്കാർക്ക് മനസ്സിലാകുകയുള്ളൂ. ശരിക്കും ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ അല്ലേ. നമ്മൾ ഒരുപാട് പാത്രം ഉപയോഗിച്ചിട്ടില്ല. മിക്സറിൻ്റെ ജാറ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് ഞാനിപ്പോൾ ഇവിടെ ഒരു പീസും കൂടെ എടുത്ത് കാണിച്ചു തരാം. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ടൂട്ടി ഫ്രൂട്ടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് തന്നെ നിന്നിട്ടില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള റവ കൊണ്ടുള്ള എഗ്ലെസ് ആയിട്ടുള്ള കേക്കാണ് ഇന്ന് കാണിച്ചു തന്നിരിക്കുന്നത്. വൈകുന്നേരങ്ങളിലൊക്കെ നമുക്കിത് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമാവും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.